ഹലോ, നമുക്ക് ഇന്നൊരു മുട്ടം പണിയിട്ടിട്ട് നിക്കാട്ടാ. അവിടെ ഉണ്ട് പാപ്പ. മീന മാവിന്റെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ പെട്ടുക അങ്ങനെ വലിച്ച എന്തെന്നാ പറയാ, എത്ര നേരമായിന്നറിയോ ഒരു മീൻ പെട്ട് കിടക്കണത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ അതിനെ എടുക്കാനേ പറ്റുന്നില്ല. അത് മാവിന്റെ കൊമ്പത്ത് എവിടേക്കോ തടഞ്ഞു കിടക്കുക. നമ്മുടെ പുഴയിൽ ഇപ്പൊ വെള്ളം കൂടി നിൽക്കുന്ന കാരണം കൊണ്ട് ഈ മാവിന്റെ ചാഞ്ഞ കൊമ്പൊക്കെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയിട്ടാട്ടാ നിൽക്കുന്നത്. ഈ ഇരുട്ടത്ത് ഇത്ര വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പുഴയിൽ ഇറങ്ങിയെടുക്കാൻ നോക്കലൊക്കെ കുറച്ച് പ്രയാസമാണല്ലോ. അത് കാരണം നമ്മൾ ആ കൊമ്പ് ഒരു തോട്ടി വെച്ച് വലിച്ചു നോക്കാം. കൊമ്പൊന്നും ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോഴത്തേനും നമ്മള് മിന്നായം പോലെ മീനെ കണ്ടു. ദൈവമേ, എത്ര നേരത്തെ നമ്മുടെ പരിശ്രമാണെന്ന് മാവാണെങ്കിൽ അതുപോലെ പൂത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് കൊമ്പൊടിക്കാണ്ട് മീൻ എടുക്കാൻ പറ്റുമെന്ന് കുറെ നോക്കിട്ടാ, പക്ഷെ നടക്കണില്ല. അവസാനം നിവർത്തിയില്ല എന്ന് കണ്ടപ്പോ കൊമ്പൊടിച്ചതേ നമ്മള് മീൻ എന്തായാലേ മാവുമെന്ന് ഒരു കൊല്ലം മാങ്ങ പൊടിച്ചിട്ട് വരുന്ന പോലെ മീൻ എടുത്തുകൊണ്ട് വരുന്നത്. മീനാണെങ്കിൽ പാവട്ട എത്ര നേരം അതുമ്പോ പെട്ട് കിടക്കണ്. പിന്നെ നമ്മൾ ഈ വലിക്കലും പിടിക്കലും ഒക്കെ ആയി കഴിഞ്ഞിട്ട് അതാകെ അവശ നിലയായിട്ടുണ്ട്. ജീവൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു രക്ഷാപ്രവർത്തനം ഒന്നല്ലല്ലോ. എങ്ങനെയാണെങ്കിലും ചൂണ്ടലിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിന്റെ ജീവൻ പോവാനുള്ളത്. കണ്ടു നിൽക്കുമ്പോ നമുക്ക് അയ്യോ പാവെന്ന് തോന്നുന്നുണ്ടെങ്കിലും മീൻ പിടിക്കാൻ നിൽക്കുന്നവർക്ക് ഇങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണി നടക്കും. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രോഗമാണ് കേട്ടാ. കണ്ട, നമ്മുടെ സ്പൈഡർ ഹൂക്കിന്റെ ഒരു കുളത്ത് മാത്രമാണ് അതിന്റെ ചുണ്ടുമ്പോ പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം മാവുമലായിരുന്നു. നമ്മുടെ മീൻ എന്തായാലും നല്ല രീതിക്ക് തളർന്നിട്ടുണ്ട്. പക്ഷെ ജീവനുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ വലയിൽ തന്നെ ഇട്ട് വെക്കാട്ടാ. ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.